ഞാൻ ഡാറ്റ ഫ്ലോനെ പറ്റി കേട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ, സർട്ടിഫിക്കറ്റ്സിന് ജെനുവിനിറ്റി ചെക്ക് ചെയ്യുന്നതാണ് ഡേറ്റ ഫ്ലോ എന്ന് പറയുന്നത്. അതായത് സ്വാതി ഒരു BSc നേഴ്സ് അല്ലേ, അപ്പോൾ സ്വാതിക്ക് ഡിഗ്രി കാണും, രജിസ്ട്രേഷൻ കാണും, എക്സ്പീരിയൻസ് കാണും. അതിൻ്റെയൊക്കെ ജെനുവിനിറ്റി നമ്മൾ ഓൺലൈൻ വഴി ചെക്ക് ചെയ്യുന്നതാണ് നമ്മൾ ഡേറ്റ ഫ്ലോ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കയ്യിലുള്ള ഡോക്യുമെന്റ്സ് ഡേറ്റ ഫ്ലോ എന്ന് പറഞ്ഞൊരു പേജിലേക്ക് അപ്ലോഡ് ചെയ്യും. ഡേറ്റ ഫ്ലോ ടീമുകാർ നിങ്ങളുടെ ഹോസ്പിറ്റലിലേക്കും യൂണിവേഴ്സിറ്റിയിലേക്കും രജിസ്ട്രേഷൻ കൗൺസിലേക്കൊക്കെ ഈ സ്വാതിയുടെ ഡോക്യുമെന്റ്സ് ഒന്നെങ്കിൽ സ്കാൻഡ് കോപ്പീസ് അല്ലെങ്കിൽ മെയിൽ വഴി അവർ നേരിട്ട് ചെല്ലും, അല്ലെങ്കിൽ അവർ ഫോൺ വിളിക്കും. ഈ 3 മെത്തേഡാണ് നോർമലി ഡേറ്റ ഫ്ലോയ്ക്ക് പോകുന്നത്. ഈ 3 മെത്തേഡിൽ എങ്ങനെയെങ്കിലും ഡോക്യുമെന്റ്സ് അതായത് അതോറിറ്റിയുടെ അടുത്ത് ചെല്ലും. അപ്പോൾ അവർ ഹോസ്പിറ്റലിൽ നിന്നോ ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റിയിൽ നിന്നൊക്കെ പ്രോപ്പറായിട്ട് റെസ്പോണ്ട് ചെയ്ത് ജെനുവിനിറ്റി ചെക്ക് ചെയ്യുന്നതാണ് ഡേറ്റ ഫ്ലോ എന്ന് പറയുന്നത്. ഈ ജെനുവിനിറ്റി ചെക്ക് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ലാസ്റ്റ് സ്റ്റേജിൽ എത്തുമ്പോൾ നമുക്കൊരു PDF കിട്ടും, നമ്മുടെ ഡേറ്റ ഫ്ലോ റിപ്പോർട്ട് എന്ന് പറയുന്നത്. ആ ഡേറ്റ ഫ്ലോ റിപ്പോർട്ടിന് അത് പോസിറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ മാത്രമേ സ്വാതിയുടെ ഡേറ്റ ഫ്ലോ കംപ്ലീറ്റ് ആവത്തുള്ളൂ. ഇപ്പോൾ ഡാറ്റ ഫ്ലോ ചെയ്യുന്നതിന് എത്ര ടൈം എടുക്കുന്നുണ്ട്? നമുക്ക് ഡേറ്റ ഫ്ലോ 2 രീതിയിൽ ചെയ്യാം. അതായത് നോർമൽ വേയും ഉണ്ട്, എക്സ്പ്രസ് വേയിലും ഉണ്ട്. നമ്മൾ നോർമൽ വേയിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 35 to 40 വർക്കിംഗ് ഡേയ്സ്, എക്സ്പ്രസ്സിലാണെങ്കിൽ 15 to 20 വർക്കിംഗ് ഡേയ്സ്. അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ ഒറിജിനൽ ഡോക്യുമെന്റ്സ് ഇവിടെ സബ്മിറ്റ് ചെയ്യേണ്ടി വരുമോ? അതുകൂടാതെ എനിക്കിത് ലൈഫ് ലോങ് യൂസ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് ഒറിജിനൽ ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യേണ്ടി വരത്തില്ല. നമുക്ക് ക്ലിയർ സ്കാൻഡ് കോപ്പീസ് മാത്രം മതി ഡേറ്റ ഫ്ലോ സ്റ്റാർട്ട് ചെയ്യാൻ. അതുപോലെ തന്നെ ഡേറ്റ ഫ്ലോ എന്ന് പറയുന്നത് ലൈഫ് ലോങ് ആണ്. പക്ഷേ അതിനകത്ത് രജിസ്ട്രേഷന് വാലിഡിറ്റി ഉള്ളതുകൊണ്ട് നമുക്ക് രജിസ്ട്രേഷൻ മാത്രം എക്സ്പയർഡ് ആകും. വൺസ് അത് എക്സ്പയർഡ് ആയി കഴിഞ്ഞാൽ റിന്യൂ ചെയ്തിട്ട് പഴയ ഡേറ്റ ഫ്ലോയിലേക്ക് അഡീഷണൽ ഡോക്യുമെന്റ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുത്താലും മതി.